Hi friends, welcome to the audio classes of PSC Guruji online YouTube channel. I am Rohit and our topic is Constitution. As a continuation to our previous one, today we are discussing about the structure of Indian Constitution. നമ്മുടെ മുൻ ക്ലാസ്സുകളിലെ തുടർ ഭാഗമായിട്ട് നമ്മളിന്ന് ഭരണഘടനയുടെ സ്ട്രക്ചറാണ് നോക്കുന്നത്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിള്, പാർട്ട്, ഷെഡ്യൂളുകൾ മുതലായ പറ്റിയാണ്. At its commencement, from 1950 January 26, our constitution had 395 articles, 22 parts and 8 schedules. But now in the current form, it has 448 articles, 25 parts and 12 schedules. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 1950 ജനുവരി 26 നിലവിൽ വരുന്ന സമയത്ത് അതിന് 395 ആർട്ടിക്കിളുകളും 22 പാർട്ടുകളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 448 ആർട്ടിക്കിളുകളും 25 പാർട്ടുകളും 12 ഷെഡ്യൂളുകളുമാണുള്ളത്. അപ്പോൾ ഭരണഘടനയ്ക്ക് അത് രൂപം കൊള്ളുന്ന സമയത്ത് 395 ആർട്ടിക്കിളുകൾ, 22 പാർട്ട്, 8 ഷെഡ്യൂള്. ഇപ്പോൾ 448 ആർട്ടിക്കിള്, 25 പാർട്ട്, 12 ഷെഡ്യൂള്. So firstly we can look out the parts of Indian Constitution. Now our Constitution had 25 parts. So look into it. Part 1, the Union and its territory. Part 2, citizenship. Part 3, fundamental rights. Part 4, directive principles of the state policy. Part 4A, fundamental duties. Part 5, the union. Part 6, the states. Part 7 was a repealed one. It is not valid. Part 8, the union territories. Part 9, the panchayats. Part 9A, the municipalities. Part 9B, the cooperative societies. Part 10, the scheduled and tribal areas. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 10 പാർട്ടുകളെ പറ്റി നോക്കാം. പാർട്ട് 1, the union and its territory. നമ്മുടെ രാജ്യവും അതിൻ്റെ അധികാരങ്ങളെ, അതിൻ്റെ പരിധി, ബൗണ്ടറികളെ പറ്റി, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ നോക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ അധികാര പരിധികളും ആണ് പാർട്ട് 1 ചർച്ച ചെയ്യുന്നത്. പാർട്ട് 2, സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം. പാർട്ട് 3, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. പാർട്ട് 4, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. പാർട്ട് 4A, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 5, ദ യൂണിയൻ. പാർട്ട് 6, ദ സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ എന്നുള്ള ദ സ്റ്റേറ്റ്സ്. പാർട്ട് 7 റിപ്പീൽഡ് ആയി പോയതാണ്, നിലവിൽ അതിന് സാധ്യതയില്ല. പാർട്ട് 8, യൂണിയൻ ടെറിട്ടറീസ്. പാർട്ട് 9, പഞ്ചായത്ത്. പാർട്ട് 9A, മുനിസിപ്പാലിറ്റി. പാർട്ട് 9B, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പാർട്ട് 10, ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. അപ്പോൾ പാർട്ട് 1 യൂണിയനും അതിൻ്റെ ടെറിട്ടറിയാണ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വമാണ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. പാർട്ട് 5 യൂണിയനാണ്. പാർട്ട് 6 സ്റ്റേറ്റ് ആണ്. പാർട്ട് 7 നിലവിലില്ല. നമ്മുടെ രാജ്യം നമ്മുടെ അധികാരത്തിൽ നമ്മുടെ സ്വതന്ത്രമാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രൊവിൻസുകൾ ABCD പ്രൊവിൻസുകളായിട്ട് ഇങ്ങനെ പല ക്ലാസ്സുകളായിട്ട് തിരിച്ചു ചെയ്തിരുന്നു. നമ്മുടെ സംസ്ഥാനത്തിനെ ഭാഷാടിസ്ഥാനത്തിൽ വിഭജിച്ച് വന്ന സമയത്ത് ആ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്, D ക്ലാസ് എന്നുള്ളവയെല്ലാം പോയി. പകരം സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യവും പിന്നെ യൂണിയൻ ടെറിട്ടറി, അങ്ങനെ 2 കാറ്റഗറി മാത്രമായിട്ട് പോയി. ആ ABCD മുതലായ ക്ലാസ്സുകളിൽ പെട്ടതിനെ പറ്റി ചർച്ച ചെയ്യുന്നതായിരുന്നു പാർട്ട് 7. നിലവിൽ ആ സംസ്ഥാനങ്ങൾ പോയപ്പോൾ ആ പാർട്ട് അതുപോലെ റിപ്പീൽഡായി പോയി. നിലവിൽ പാർട്ട് 7 റിപ്പീൽഡാണ്, അതിന് വാലിഡിറ്റി ഇല്ല. പാർട്ട് 8 യൂണിയൻ ടെറിട്ടറീസ് ആണ്.
പാർട്ട് 9 പഞ്ചായത്ത്, പാർട്ട് 9A മുനിസിപ്പാലിറ്റി, പാർട്ട് 9B കോഓപ്പറേറ്റീവ് സൊസൈറ്റി, പാർട്ട് 10 ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. നെക്സ്റ്റ് വൺ പാർട്ട് 11 റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ്. പാർട്ട് 12 ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ്, സ്യൂട്ട്സ്. പാർട്ട് 30 ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. പാർട്ട് 14 സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്. പാർട്ട് 14A ട്രിബ്യൂണൽസ്. പാർട്ട് 15 ഇലക്ഷൻസ്. പാർട്ട് 16 സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു certain classes, that is SC, ST, OBC, Anglo-Indians, etc. Part 70 official language. Part 80 emergency provisions. Part 90 miscellaneous. Part 20 amendment of the constitution. അപ്പോൾ പാർട്ട് 10 വരെ നമ്മൾ പറഞ്ഞു നിർത്തി. പാർട്ട് 11 കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം. പാർട്ട് 12 കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ്, സ്യൂട്ട്സ്, ഇത്രയും പറ്റിയാണ് പാർട്ട് 12 പറയുന്നത്. പാർട്ട് 13 നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെ വെച്ച് നടത്തുന്ന കച്ചവടങ്ങൾ, വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് 13 പറയുന്നത്. ട്രേഡും കൊമേഴ്സും വാണിജ്യപരമായിട്ടുള്ള കച്ചവടങ്ങളെ പറ്റിയിട്ടുള്ളതാണ് പാർട്ട് 13 പറയുന്നത്. പാർട്ട് 14 യൂണിയൻ സർവീസും സ്റ്റേറ്റ് സർവീസുമാണ്. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ, സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്ന ആൾക്കാർ വരുന്നത്. സർക്കാർ സർവീസ് എന്താണെന്നുള്ളതാണ് പാർട്ട് 14 പറയുന്നത്. പാർട്ട് 14A ട്രിബ്യൂണലാണ്. പാർട്ട് 15 ഇലക്ഷനെ പറ്റി പറയുന്നതാണ് പാർട്ട് 15. പാർട്ട് 16 SC, ST, OBC, ആംഗ്ലോ ഇന്ത്യൻ മുതലായ ആൾക്കാരുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് പാർട്ട് 16 17 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണുള്ളത്. 18 എമർജൻസി പ്രൊവിഷൻസ് ആണ്. 19 മിസ്സല്ലേനിയസ്, അതായത് പലവക. 20 അമെൻമെന്റ്, ഭരണഘടനാ ഭേദഗതി. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം. 12 ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ്, ഇതിനെ പറ്റിയൊക്കെ 12 പറയുന്നത്. 13 രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെ വെച്ച് നടത്തുന്ന കച്ചവടങ്ങൾ, വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് 13 പറയുന്നത്. 14 സർക്കാർ സർവീസിനെ പറ്റിയാണ് പറയുന്നത്. യൂണിയനിലെയും സ്റ്റേറ്റിലെയും കേന്ദ്രത്തിലെയും നമ്മുടെ സംസ്ഥാനങ്ങളിലെയും സർവീസുകളെ പറ്റിയാണ് പറയുന്നത്. 14A ട്രിബ്യൂണലുകളാണ്. 15 ഇലക്ഷനാണ്. 16 SC, ST, OBC മുതലായ ആംഗ്ലോ ഇന്ത്യൻ മുതലായവരുടെയൊക്കെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 17 ഒഫീഷ്യൽ ലാംഗ്വേജും. 18 എമർജൻസി, അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആണ്. 19 പലവകയാണ്. 20 ഭരണഘടനാ ഭേദഗതിയാണ്. 21 ടെമ്പററി ട്രാൻസിഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ. 22 ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെന്റ്, ഓതോറിറ്റേറ്റീവ് ടെക്സ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽസ്. അപ്പോൾ 21 ഇടക്കാലവും ഭാഗികമായിട്ടൊക്കെ ചെയ്യുന്ന പ്രൊവിഷൻസിനെ പറ്റിയിട്ടുള്ളതാണ്. 22 ഷോർട്ട് ടൈറ്റിൽ, കമൻസ്മെന്റ്, അങ്ങനെ ഭരണഘടനയുടെ ഈ ടെക്സ്റ്റ് വൈസ് ആയിട്ടുള്ള അറേഞ്ച്മെന്റുകളുമാണ്. അപ്പോൾ 21 ടെമ്പററി ട്രാൻസിഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. 22 ഭരണഘടനയുടെ തന്നെ ഒരു ടെക്സ്റ്റായിട്ട് കണക്കൂട്ടിയാൽ അതിന്റെ ഷോർട്ട് ടൈറ്റിലും കമൻസ്മെന്റും മറ്റു കാര്യങ്ങളോട് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി ആണ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പ് ആണ്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. പാർട്ട് 5 യൂണിയൻ ആണ്. പാർട്ട് 6 സ്റ്റേറ്റ്സ് ആണ്. പാർട്ട് 7
പാർട്ട് 7 റിപ്പീൽഡാണ്. പാർട്ട് 8 യൂണിയൻ ടെറിട്ടറീസ് ആണ്. പാർട്ട് 9 പഞ്ചായത്താണ്. 9A മുനിസിപ്പാലിറ്റിയാണ്. 9B കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 10 ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയ ആണ്. 11 കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. 12 സർക്കാരുകളുടെ ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ആൻഡ് സ്യൂട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്, 12 വരുന്നത്. 13 രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് തന്നെ വെച്ച് നടത്തുന്ന കച്ചവടങ്ങളും വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. 14 സർക്കാർ സർവീസിനെ പറ്റിയിട്ടാണ്. 14A ട്രിബ്യൂണലുകളാണ്. 15 ഇലക്ഷനാണ്. 16 റിസർവേഷൻ, സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റഡ് ടു റിസർവേഷൻ ആണ്. അതായത് SC, ST, OBC, ആംഗ്ലോ ഇന്ത്യൻ ഇവർക്കൊക്കെ റിസർവേഷൻ കിട്ടുന്നതായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. 17 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. 18 അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി ആണ്. 19 മിസലേനിയസ് പലവകയാണ്. 20 അമെൻമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയെ പറ്റിയിട്ടുള്ളതാണ്. 21 ടെമ്പററി ട്രാൻസിഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. 21 ടെമ്പററി ട്രാൻസിഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ്. 22 ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെന്റ് ഒതോറിറ്റേറ്റീവ് ടെക്സ്റ്റ്, അങ്ങനെ ഒരു ടെക്സ്റ്റായിട്ട് കണക്കൂട്ടിയ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ടെക്സ്റ്റ് ബേസിൽ അവസാനം വരുന്നതാണ് പാർട്ട് 22. അപ്പോൾ അത്രയാണ് ഭരണഘടനയുടെ പാർട്ട് വൈസ് ആയിട്ടുള്ള വേർതിരിവ്. ഇത്ര 22 പാർട്ടിലായിട്ട് തിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഭരണഘടനയുടെ ഷെഡ്യൂളുകളെ പറ്റി നോക്കാം. എത്ര ഷെഡ്യൂൾ ഉണ്ട് എന്നുള്ള കാര്യം. ദ ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഡിവൈഡഡ് ഇൻറ്റു 12 പാർട്സ്. 12 ഷെഡ്യൂളുകളായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത് ഭരണഘടനയെ. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സെക്കൻഡ് വൺ എമൻമെന്റ് ഓഫ് പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ്, CAG, etc. Third schedule contain the form of oath and affirmation. Fourth one, allocation of Rajya Sabha seats. Fifth one, administration and control in scheduled areas and scheduled tribes. Sixth one, administration and control of scheduled areas in Assam, Meghalaya, Tripura and Mizoram. Seventh one, contain the list, state list, union list and concurrent list. 8, the recognized language, that is the 22 languages. 9th schedule, including some important acts and judicial decisions, including the Land Reforms Act. 10, the disqualification of the members, certain members, that is the anti-defection law. 11, powers and authorities of Panchayat. Schedule 12, മുനിസിപ്പാലിറ്റി. ഇപ്പോൾ ഷെഡ്യൂളുകളെ പറ്റി പറയുകയാണെങ്കിൽ മൊത്തം 12 ഷെഡ്യൂളുകളാണ് ഭരണഘടനയിലുള്ളത്. ഷെഡ്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റാണ്, ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നീണ്ട ലിസ്റ്റാണ് ഷെഡ്യൂളുകൾ. അവ ആർട്ടിക്കിളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് പോലെ സെപ്പറേറ്റ് ആയിട്ടാണ് ഭരണഘടനയിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ 12 ഷെഡ്യൂളുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഒന്നാം ഷെഡ്യൂൾ ചർച്ച ചെയ്യുന്നത് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും അതിർത്തികളെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത്. അവയ്ക്ക് എങ്ങനെയാണ് അതിർത്തി ഉള്ളത്, അതിർത്തി എങ്ങനെ നമുക്ക് കൂട്ടാം, കുറയ്ക്കാം, പുതിയ സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, നിലവിലുള്ള 2 സ്റ്റേറ്റുകളെ മർജ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത്. രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഗവർണർ, പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അത് ലോക്സഭയിലെയുണ്ട്, നമ്മുടെ നിയമസഭയിലെയും പറയുന്നുണ്ട്. ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ, അത് രാജ്യസഭയിലെയും ഉണ്ട്, അതാത് സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ ഉണ്ട്.
സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ജഡ്ജ്, CAG മുതലായ ആൾക്കാരുടെ സാലറി അലവൻസ്, അതാണ് എമൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സാലറി അലവൻസ് മുതലായ കാര്യങ്ങളാണ്. ഈ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ സാലറി അലവൻസിനെ പറ്റിയിട്ടാണ് രണ്ടാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. മൂന്നാമത്തെ ഷെഡ്യൂള് ഫോംസ് ഓഫ് ഓത്ത് ആൻഡ് അഫോമേഷൻ. നമ്മൾ അധികാരമേൽക്കുമ്പോൾ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്ത് കയറുന്നത്, അതിൻ്റെ ഫോമാണ് മൂന്നാമത്തെ ഷെഡ്യൂളിലുള്ളത്. നാലാമത്തെ ഷെഡ്യൂളിൽ അലോക്കേഷൻ ഓഫ് സീറ്റ് ഇൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിലാണ്. രാജ്യസഭാ സീറ്റുകളുടെ അലോക്കേഷൻ. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലുള്ള രാജ്യസഭാ സീറ്റ് അനുവദിക്കുന്നത്. ഇത്ര പേർക്ക് ഇത്ര, അത് ഈ ഏരിയയ്ക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാർക്ക് അനുസരിച്ചൊക്കെയാണ് അലോട്ട് ചെയ്യുന്നേക്കുന്നത്. ഒരു അലോക്കേഷൻ ഓഫ് രാജ്യസഭാ സീറ്റാണ് നാലാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. 5 ഷെഡ്യൂൾഡ് ഏരിയകളിലും ഷെഡ്യൂൾഡ് ട്രൈബലായിട്ടുള്ള ഏരിയകളിലെയും ഭരണ നിയന്ത്രണങ്ങളെ പറ്റിയിട്ടാണ് 5ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. 6ാമത്തെ ഷെഡ്യൂളും ഈ ഷെഡ്യൂൾഡ് ആയിട്ടുള്ളതും ഷെഡ്യൂൾഡ് ട്രൈബലായിട്ടുള്ള ഏരിയകളിലെയും ഭരണ നിയന്ത്രണങ്ങളെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ 6ാമത്തെ ഷെഡ്യൂളിൽ സ്പെസിഫിക് ആയിട്ട് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം ഈ 4 സംസ്ഥാനങ്ങളുടെ കാര്യം മാത്രമാണ് പറയുന്നത്. 5 പൊതുവിൽ പറയുന്നുണ്ട്, 6 ഈ 4 സംസ്ഥാനങ്ങളിലെ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം 4 സംസ്ഥാനങ്ങളിലെ മാത്രം പറയുന്നത് 6ാമത്തെ ഷെഡ്യൂള്, ജനറൽ ആയിട്ട് പറയുന്നത് 5ാമത്തെ ഷെഡ്യൂൾ. ഇനി ഷെഡ്യൂൾ 7 പറയുന്നത് ലിസ്റ്റാണ്. ലിസ്റ്റ് നമുക്കറിയാം, മൊത്തം 3 ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അല്ല, യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് നിയമം കൊണ്ടുവരാൻ ഒക്കുന്ന സംഗതികളുള്ളതാണ് യൂണിയൻ ലിസ്റ്റ്. സംസ്ഥാന സർക്കാരിന് നിയമം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 പേർക്കും ആ ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിയമം കൊണ്ടുവരാൻ സാധിക്കും. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ലാംഗ്വേജുകളാണ്. 22 ലാംഗ്വേജുകൾ. ഏതൊക്കെയാണ് 22 ലാംഗ്വേജുകൾ? ആസാമീസ്, ബംഗാളി, ബോഡോ, ദോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്ങിണി, മറാത്തി, മലയാളം, മണിപ്പൂരി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃത്, സാന്താളി, സിന്ധി, തമിഴ്, തെലുഗു ആൻഡ് ഉറുദു. സോറി, ഇറ്റ്സ് ഇൻക്ലൂഡ് മൈഥിലി ഓൾസോ. മൈഥിലി. അപ്പോൾ ഇതാണ് 22 ലാംഗ്വേജുകൾ. ഇത്രയാണ്. ആസാമീസ്, ബംഗാളി ആൻഡ് ബോഡോ, ബിയില് ബംഗാളി ആൻഡ് ബോഡോ, ദോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കെ വെച്ച് 3 കന്നഡ, കാശ്മീരി, കൊങ്ങിണി, എം വെച്ച് 4 മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, എന്നിൽ 1 നേപ്പാളി. നമ്മുടെ അംഗീകരിച്ചിരിക്കുന്ന ഭാഷയിൽ ഒരു വിദേശ രാജ്യത്തിന്റെ ഒരേ ഒരു ഭാഷയാണ് ഏത്? നേപ്പാളി. ഒറിയ, പഞ്ചാബി, എസ്സിൽ 3 സംസ്കൃത്, സാന്താളി, സിന്ധി. ടിയിൽ 2 തമിഴ്, തെലുഗു. അവസാനം യുവില് ഉറുദു. മൊത്തം 22 ലാംഗ്വേജ് ആണുള്ളത്. ഈ 22 റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് 8ാമത്തെ ഷെഡ്യൂള് പറയുന്നത്. 9ാമത്തെ ഷെഡ്യൂള് ചില ജുഡീഷ്യൽ ഡിസിഷൻസും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളവയാണ് 9ാമത്തെ ഷെഡ്യൂള്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലാൻഡ് റിഫോംസ് ആക്ട് അഥവാ ഭൂപരിഷ്കരണ നിയമം. പരീക്ഷയ്ക്ക് ഭൂപരിഷ്കരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ ഏതാണെന്നേ ചോദ്യം വരും. അല്ലെങ്കിൽ 9ാം ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? അത് ഭൂപരിഷ്കരണമാണ് വരുന്നത്. അതിൽ കുറേ എണ്ണം ഉണ്ടായതുകൊണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഭൂപരിഷ്കരണ നിയമം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് ആക്ട്. ഇനി 10ാമത്തെ ഷെഡ്യൂൾ പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് സെലക്ടഡ് മെമ്പേഴ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ ആണ്. അതായത് കൂറുമാറ്റ നിരോധന നിയമം. അതായത് നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാര്, MP-മാര് മുതലായ ആൾക്കാർ കൂറുമാറി പോകുമ്പം അവരെ അയോഗ്യരായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ 10ാം ഷെഡ്യൂൾ പ്രകാരമാണ്. ഈ 10ാം ഷെഡ്യൂളിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് 1985 52ാം അമെൻമെന്റ് പ്രകാരമാണ്. 1985 52ാം അമെൻമെന്റ് പ്രകാരമാണ് ആന്റി ഡിഫെക്ഷൻ ലോ വരുന്നത്. നമുക്കതിനെപ്പറ്റി അമെൻമെന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 10ാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ ആണ്. അതായത് കൂറുമാറ്റ നിരോധനമാണ്. കൂറുമാറ്റ നിരോധനം വന്നത് 1985 52ാം അമെൻമെന്റ് പ്രകാരമാണ്. 11
പഞ്ചായത്തുകളുടെ അധികാരം, അവരുടെ റെസ്പോൺസിബിലിറ്റി മുതലായവയാണ്. 12 മുനിസിപ്പാലിറ്റിയാണ്. 11 പഞ്ചായത്താണെങ്കിൽ 12 മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ 8 ഷെഡ്യൂളുകളിൽ ഒന്നാമത്തത് സംസ്ഥാനങ്ങളും കേന്ദ്രവും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഷെഡ്യൂളിൽ പ്രസിഡന്റ്, സുപ്രീം കോടതി ജഡ്ജ്, ഗവർണർ മുതലായ പ്രധാനപ്പെട്ട ആൾക്കാരുടെ, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ആൾക്കാരുടെ സാലറി ആൻഡ് അലവൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മൂന്നാമത്തെ ഷെഡ്യൂളിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫോമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നാലാമത്തെ ഷെഡ്യൂളിൽ രാജ്യസഭാ സീറ്റുകളുടെ അലോക്കേഷനെ പറ്റിയിട്ടാണ്. അഞ്ചാമത്തെ ഷെഡ്യൂൾഡ് ഏരിയ, ഷെഡ്യൂൾഡ് ട്രൈബലായിട്ടുള്ള ഏരിയകളെ പറ്റിയിട്ടാണ്. ആറാമത്തെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഏരിയകളെ, ഷെഡ്യൂൾഡ് ട്രൈബലും ഒക്കെ ഉള്ള ഏരിയയെ പറ്റിയിട്ടാണെങ്കിലും ആറാമത്തെ ഷെഡ്യൂളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 4 സ്റ്റേറ്റിനെ പറ്റിയിട്ട്. ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം എന്ന് പറയുന്നുണ്ട്, 4 സ്റ്റേറ്റുകൾ. അഞ്ചാമത്തെ ഷെഡ്യൂളിലെ ജനറലായിട്ട് പറയുന്നുള്ളൂ. ആറാമത്തെ ഷെഡ്യൂളിൽ 4 സംസ്ഥാനങ്ങളുടെ പേര് തന്നെ പറയുന്നുണ്ട്. ഏഴാമത്തെ ഷെഡ്യൂള് ലിസ്റ്റുകളെ പറ്റിയിട്ടാണ്. എട്ടാമത്തെ ഷെഡ്യൂള് ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന 22 ലാംഗ്വേജുകളെ പറ്റിയിട്ടാണ്. 9ാമത്തെ ഷെഡ്യൂള് ലാൻഡ് റിഫോംസ് ആക്ട്, ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളെ പറ്റിയിട്ടുള്ളതാണ്. 10ാമത്തെ ഷെഡ്യൂള് കൂറുമാറ്റ നിരോധന നിയമമാണ്. 11 പഞ്ചായത്തുകളും 12 മുനിസിപ്പാലിറ്റികളുമാണ്. അപ്പോൾ ഇത്രയാണ് ഷെഡ്യൂളുകൾ. So we completed the scheduled part, the scheduled section and part section of Indian Constitution. The next one is the article wise topic. We can discuss it in the next class. Thank you. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ വൈസ് ആയിട്ടുള്ള വിശകലനം അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കാം. നന്ദി.